ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ എത്തിയിട്ട് നമ്മുടെ ആലപ്പുഴ ഒന്ന് കറങ്ങാനായിട്ട് വന്നതാണ്. ആലപ്പുഴയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ. അങ്ങനെ നമ്മളൊരു ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫാമിലി എല്ലാം കൂടെ ഹൗസ് ബോട്ടിൽ കയറി. അങ്ങനെ അവർ നമ്മളെ ഉച്ചയ്ക്കൊന്ന് കറക്കാനൊക്കെ കൊണ്ടുപോകും. അങ്ങനെ കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബോട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറയിൽ കൂടെ നമ്മുടെ ആലപ്പുഴയുടെ സൗന്ദര്യം ഒന്ന് കാണാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ കാണിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഹൗസ് ബോട്ടിലെ ഉച്ചക്കത്തെ ഫുഡ് നല്ല സൂപ്പർ ഫുഡാണ്. നല്ല കരിമീൻ പൊള്ളിച്ചതും ചോറും കറികളും, അങ്ങനെ സദ്യയാണ്, എന്നാലും അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ സൂപ്പർ ഫുഡൊക്കെ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ സ്പീഡ് ബോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ തന്നു. അപ്പോൾ നമ്മളോട് കയറുമോയെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ്. അങ്ങനെ നമ്മളെല്ലാവരും സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് ഹൗസ് ബോട്ടിൽ നിന്ന് സ്പീഡ് ബോട്ടിലോട്ട് ഇറങ്ങുന്നത് ഒരു ഇച്ചിരി ടാസ്ക്കാണ്. കാരണം ഇങ്ങനെ തിരതല്ല, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമറ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ആലപ്പുഴയിലെ ഒരു രാത്രിയിലത്തെ വ്യൂ. അങ്ങനെ ഹൗസ് ബോട്ടെല്ലാം മിക്കതും തന്നെ രാത്രിയാകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് സൈഡിൽ പാർക്ക് ചെയ്യും. ഇതിലൊക്കെ ലൈറ്റ് കാണുന്ന ഇതാണ്, ആൾക്കാരൊക്കെ ഉള്ള ബോട്ടുകളാണ്. രാത്രി ബോട്ടൊന്നും മൂവിങ് അല്ല, എല്ലാം കൊണ്ട് പാർക്ക് ചെയ്യും. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം അപ്പോഴത്തേക്ക് എല്ലാ ബോട്ടുകളും സൈഡിൽ പാർക്ക് ചെയ്യും. സെക്കൻഡ് ഡേയിലെ മോർണിംഗിലെ കാഴ്ചകളാണ്. ഇതിപ്പം അതിരാവിലെയാണ്, അധികാരി എണ്ണീറ്റിട്ടൊന്നുമില്ല. ബോട്ടുകളെല്ലാം അതൊക്കെ തന്നെയുണ്ട്. മോർണിംഗ് ആകുമ്പോൾ ബോട്ടുകളെല്ലാം വീണ്ടും ഇറങ്ങുന്നതാണ്. ബോട്ടെല്ലാം ഇങ്ങനെ മൂവിങ് ആവും. മൂവിങ് ആയിട്ട് വലിയ കായലിലേക്ക് പോകും. ഇതിപ്പോൾ രാവിലെ ഒന്നും പോകാൻ കിട്ടില്ല. എല്ലാവരും ഒരു പാർക്ക് ചെയ്തൊക്കെ തന്നെ കിടക്കുകയാണ്. ബോട്ടിൻ്റെ അകത്തായിട്ട് ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഞാനും പ്രിയങ്ക അവിടെ നിന്ന് ഡ്രോൺ പറത്തുന്നത് കാണാം. നമ്മുടെ ഹൗസ് ബോട്ട് ഒന്ന് അടുത്ത് കാണിക്കാം. ഈ കിടക്കുന്നതാണ് നമ്മുടെ ഹൗസ് ബോട്ട്.
ആ 2 കിടക്കുന്നതിൽ അവിടെ എൻ്റെ കസിൻ അനുമോദും അപ്പാപ്പനും അവിടെ നിന്ന് മീനെ പിടിക്കാൻ വേണ്ടി ഒരു ചൂണ്ടയിടുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബോട്ടൊക്കെ എടുത്ത് വലിയ കായലിലെത്തി. അപ്പം മറ്റു ബോട്ടുകളൊന്നും അധികം വന്നിട്ടില്ല, ഓരോ ബോട്ടുകളൊക്കെ ഇപ്പം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിലെ ബോട്ട് വിശേഷങ്ങൾ അടിപൊളിയായിരുന്നു. ഹൗസ് ബോട്ടിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് തവണ ഡേ മാത്രം എടുത്തിട്ടുണ്ട്, എന്നാലും ഓവർനൈറ്റ് സ്റ്റേ ആദ്യമായിട്ടായിരുന്നു. നമ്മുടെ ഫാമിലി എല്ലാം കൂടെ 10-15 പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.